വൈഭവകുമാറിനെതിരെ സ്വാതി മാലിവാൾ നൽകിയ പരാതിയിൽ ഡൽഹി പോലീസ് സംഘം ഇപ്പോൾ കെജ്രിവാളിന്റെ വസതിയിലെത്തിയിട്ടുമുണ്ട്. സ്വാതി മാലിവാളിന്റെ പരാതിയിൽ ദൃക്സാക്ഷികളെ ചോദ്യം ചെയ്യാനാണ് സാധ്യത. കെജ്രിവാളിന്റെ വസതിയിൽ വെച്ച് വൈഭവകുമാർ പ്രകോപനമില്ലാതെ മർദ്ദിച്ചു എന്ന പരാതിയിലെ വിശദമായ അന്വേഷണത്തിലേക്കാണ് ഇപ്പോൾ ഡൽഹി പോലീസ് കടക്കുന്നത്. പിന്നാലെ സ്വാതി മാലിവാളിനെ തള്ളി ആം ആദ്മി പാർട്ടി നേതാക്കൾ രംഗത്ത് വന്നിട്ടുണ്ട്. കേസിനാസ്പദമായ സംഭവത്തിന്റെ ചില ദൃശ്യങ്ങൾ പാർട്ടിയുടെ എക്സ് ഹാൻഡിലിൽ പങ്കുവച്ചാണ് പാർട്ടി രംഗത്ത് വന്നിരിക്കുന്നത്. വിവരങ്ങളുമായി അർജുൻ പീതാംബരൻ ചേർന്നു. അർജുൻ, അരവിന്ദ് കെജ്രിവാളിന്റെ വിശ്വസനായ സഹായി ആ പി എക്കൊപ്പമാണോ ഈ അക്രമ സംഭവം ഉണ്ടായി? അതിന്റെ പേരിൽ കേസ് വന്നിട്ടും വെളിപ്പെടുത്തൽ ഉണ്ടായിട്ടും ഇപ്പോഴും പാർട്ടിയുടെ നിലപാട്, കെജ്രിവാളിന്റെ വീട്ടിൽ എത്തിയ പോലീസിന്റെ ഉദ്ദേശം എന്താണ്? യതീഷ്, പ്രധാനമായിട്ടും സ്വാതി മാലിവാളിന്റെ ആരോപണങ്ങൾ, അവർ പരാതിയിൽ ഉന്നയിക്കുന്ന കാര്യങ്ങൾ, അതിന്റെ നിജസ്ഥിതി മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ആ സംഭവം അല്ലെങ്കിൽ ആ ദിവസം നടന്ന കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിക്കാൻ CCTV ദൃശ്യങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ഉദ്ദേശം. മറ്റൊന്ന്, അന്ന് ആ ദിവസം കെജ്രിവാളിന്റെ വസതിയിൽ ഉണ്ടായിരുന്ന മറ്റുള്ളവരെ, ഈ കേസിലെ ദൃക്സാക്ഷികളെ ചോദ്യം ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശം കൂടി പോലീസിലുണ്ട്. അങ്ങനെ തെളിവുകൾ കുറച്ചുകൂടി കൃത്യമായി എടുത്ത് വൈഭവകുമാറിനെ അറസ്റ്റ് ചെയ്യുന്നതിൽ അടക്കം നീങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു നടപടിയിലേക്കാണ് ഇപ്പോൾ ഡൽഹി പോലീസ് കടന്നിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ സിവിൽ ലൈൻസിലെ അരവിന്ദ് കെജ്രിവാളിന്റെ വസതിയിലേക്ക് ഡൽഹി പോലീസ് സംഘം ഫോറൻസിക് ഉൾപ്പെടെ എത്തിയിരിക്കുന്നത്. തെളിവ് ശേഖരണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഈ വൈഭവകുമാർ സ്വാതി മാലിവാളിനെതിരെ മോശമായി പെരുമാറി എന്നുള്ള കാര്യം സഞ്ജയ് സിംഗ് MP അടക്കം വെളിപ്പെടുത്തിയിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹം സ്ഥിരീകരിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ സ്വാതിയെ തള്ളിക്കൊണ്ട് ആം ആദ്മി പാർട്ടി തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ്. പ്രത്യേകിച്ചും MLA-യും അതുപോലെ തന്നെ മുംബൈ ചീഫും എല്ലാം തന്നെ ഇത്തരത്തിൽ സ്വാതി മാലിവാൾ നുണ പറയുകയാണ് എന്നുള്ള കാര്യങ്ങളിലേക്ക് അടക്കം ഇപ്പോൾ പോയിരിക്കുന്നു. മാത്രമല്ല, നിയമങ്ങൾ വളച്ചൊടിക്കുന്ന തരത്തിലേക്കാണ് സ്വാതി മാലിവാളിന്റെ ആരോപണങ്ങൾ എത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് അവർ പറയുന്നത്. നേരത്തെ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോ ദൃശ്യം, അത് ഒരു ഹിന്ദി ചാനൽ പുറത്തുവിട്ടത് റീട്വീറ്റ് ചെയ്തുകൊണ്ടാണ് ആം ആദ്മി പാർട്ടി ഇപ്പോൾ ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. അതിനെതിരെ സ്വാതി മാലിവാളും രംഗത്ത് വന്നിട്ടുണ്ട്. കൃത്യമായിട്ടുള്ള അന്വേഷണം നടക്കണം. അതുപോലെ തന്നെ CCTV ദൃശ്യങ്ങൾ എന്ന് പറയുന്നത് ഈ കേസിൽ വളരെയധികം പ്രാധാന്യം അറിയിക്കുന്നതാണ്. അത് ലഭിച്ചാൽ മാത്രമേ യഥാർത്ഥത്തിൽ അന്ന് ആ വീട്ടിൽ എന്താ സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ. അത് പരിശോധിക്കാൻ തന്നെയാണ് ഇപ്പോൾ പോലീസ് എത്തിയിരിക്കുന്നത്. കൂടുതൽ നീക്കങ്ങളിലേക്ക് അല്ലെങ്കിൽ കൂടുതൽ നടപടികളിലേക്ക് അതിനുശേഷം കടക്കുന്നതായിരിക്കും. ശരി, കെജ്രിവാളും ആം ആദ്മി പാർട്ടിയും പ്രതിരോധത്തിലേക്ക് നീങ്ങുന്ന തരത്തിലേക്ക് ഇപ്പോൾ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഡൽഹി പോലീസ്. മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്ക് തന്നെ പോലീസ് എത്തിയിരിക്കുന്നു. അർജുനാണ് ആ വിവരങ്ങൾ നൽകിയത്.